ഗീസ് അങ്ങനെ നമ്മുടെ കേരള ടു വീലർ റൈഡിൽ ഇപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേയിലാണ്. ലേയിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബൈക്ക് ഡ്രീമേഴ്സിൻ്റെ ആയിട്ടുള്ള കർത്തുങ്ക്ല പാസിലോട്ടാണ് കേട്ടോ. കർത്തുങ്ക്ല പാസ്സുണ്ട്, ഉംബ്ലിങ്ങ പാസ് ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് കർത്തുങ്ക്ല പാസിലോട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇനി അവിടെ പോകുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷനും കാര്യങ്ങളൊന്നും ഒരു പിടിയുമില്ല. പിന്നെ രാവിലെ ഒരു സാഡായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഭയങ്കര പെയിൻ. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഭയങ്കര പെയിന് മടക്കാനൊന്നും പറ്റുന്നില്ല. എന്ത് വിഷയമെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ കാലാവസ്ഥയുടെ തണുപ്പിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. കണ്ട ഈ ചുണ്ടെല്ലാം പൊട്ടി പണ്ടാരോടെ ഈ കൈയെല്ലാം കണ്ട ഒരുമാതിരി വേറെ ഇതായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നേരെ അങ്ങോട്ടാണ് തിരിക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടെന്ന് വെച്ചാൽ കർത്തുങ്ക്ല പാസിലോട്ടാണ് കേട്ടോ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നേരെ പോയി ഒരു പെട്രോൾ ഫില്ല് ചെയ്യണം. പെട്രോൾ ഫുൾ ടാങ്ക് അടിക്കണം. ഫുൾ ടാങ്ക് ആൾറെഡി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ജസ്റ്റ് ഇനി പോകുന്ന റൂട്ടിൽ പെട്രോൾ ഇല്ലെന്നാണ്, പമ്പില്ലെന്നാണെങ്കിൽ മുഞ്ചി പോവും. അത് കാരണം എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചിട്ട് നേരെ ഇവിടെ തെറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കർത്തുങ്ക്ല പാസ് പോകുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോക്ക് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആയിരിക്കണം സബ്സ്ക്രൈബ് ബെല്ലൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കും. അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് എത്തുക. ഓക്കെ, നമ്മളങ്ങനെ ഇന്ന് നമ്മളെ ഡ്രീം റൈഡായിട്ടുള്ള കർത്തുങ്ക്ല പാസ്, എല്ലാ ബൈക്കേഴ്സിൻ്റെ ഡ്രീമാണ് കർത്തുങ്ക്ല പാസ് പോകണം. അവിടെ പോയി ആ ഒരു കയർ കെട്ടണമെന്നൊക്കെ. ഞാൻ എന്തായാലും കർത്തുങ്ക്ല പാസിൽ പോയി കയർ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും ഉംബ്ലിങ്ങ പാസിൽ പോയി. അതാണ് ഇരിക്കുന്നതിൽ ഏറ്റവും മോസ്റ്റ് ഒപ്പമുള്ളത്. സത്യം പറഞ്ഞ രാവിലെ ഇത്രയും സംസാരിച്ചിട്ട് അതിൻ്റെ തന്നെ നല്ലപോലെ ശ്വാസം പിടിക്കുന്നുണ്ട്. എന്താവുമെന്നൊന്നും ഒരു പിടുത്തമില്ല. അയ്യോ, ഇനി ഒരു ഓക്സിജൻ്റെ ഒരു സിലിണ്ടർ ചെറുതൊന്ന് വാങ്ങി വയ്ക്കണം. ഒന്നും വാങ്ങിച്ചാൽ പറ്റുന്നുണ്ടെങ്കിൽ ദിവസമാവും. അയ്യോ, ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ സേഫായിട്ട് പോകണമായിരിക്കും. അതിന് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മൾ നേരെ വെണ്ടിലൊരു പെട്രോൾ ടാങ്ക് അവിടുത്തെ നേരെ ഒരു ഫുൾ ടാങ്ക് ഇപ്പോൾ ആൾറെഡി ഉണ്ട്. ഒരു 2 പോയിൻറ്റ് കുറവായിരുന്നു. ഇപ്പോൾ വണ്ടി സ്ട്രൈറ്റ് ആക്കിയപ്പോഴത്തേക്കും അത് കാണിച്ചു 1 പോയിൻറ്റ് കുറവുണ്ടെന്ന്. എന്തായാലും പെട്രോൾ അടിക്കും. കാരണം പോകുന്ന വഴിയിൽ വേറെ പെട്രോൾ പമ്പിലൊക്കെ ഇല്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചിട്ട് വേണം ഇവിടെ നിന്ന് തിരിക്കാനുള്ള. पर्सनल बाइक है? हाँ, परमिट दिखाया सर? कौन सा परमिट? इनर लाइन परमिट. ஹலோ, பாஸ் போகிறதுக்கு பாஸ் காட்டணுமா? எங்கே பாஸ் தெரியலையே. என்ன பண்ணுறது? பாஸ் தெரியல, அவன்கிட்ட கேட்கணும். ഗൈസ് ഇവിടെ വന്നിട്ട് പാസ് പെർമിറ്റ് കാണിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് പ്രതീക്ഷിച്ചില്ല. ഈ പെർമിറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പെർമിറ്റും കാര്യങ്ങൾ വേണ്ടെന്നാണ്. പക്ഷേ പെർമിറ്റ് വേണമെന്ന് പറഞ്ഞു, പക്ഷേ വേണ്ടെന്നും പറഞ്ഞു. അത് കാരണം പിന്നെ ഞാൻ നോക്കിയില്ല. ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഇത് പെർമിറ്റ് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും നോക്കാം. നോക്കിയിട്ട് പെർമിറ്റ് ആവശ്യം എന്നാണെങ്കിൽ നമുക്ക് പെർമിറ്റ് എടുക്കാം. ഓക്കെ, ഗൈസ് അങ്ങനെ പെർമിറ്റ് എടുത്തു. ഒരാൾക്ക് വന്നിട്ട് 800 രൂപയാണ് സിംഗിളായിട്ട് വരണമെങ്കിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ സിംഗിളായിട്ട് എടുക്കാമെന്നാണ് പ്രതീക്ഷിച്ചത്. പിന്നെ എന്തായാലും നമ്മളെ കൂടെ 2 പേരുണ്ടല്ലോ, അവർക്കായിട്ട് ഗ്രൂപ്പായിട്ട് എടുത്തപ്പോഴത്തേക്കും ഒരാൾക്ക് 400 രൂപയുള്ളൂ. ടോട്ടൽ എല്ലാം കൂടി 1200 രൂപ ആയിട്ടുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഫുൾ വയ്ക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഡെസ്റ്റിനേഷനും വെക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ മുമ്പിലോട്ട് പോകുമ്പോൾ അടുത്ത് വേറെ ഏതെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത് വേറൊരു ഡെസ്റ്റിനേഷനിൽ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം. മനസ്സിലായോ? അതുകൊണ്ട് എപ്പോഴും പെർമിറ്റ് ഇവിടെ വന്ന് പെർമിറ്റ് ലഡാക്കിൽ വന്നിട്ട് പെർമിറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ എല്ലാ പെർമിറ്റും കൂടെ ഒരുമിച്ച് ഡെസ്റ്റിനേഷൻ കുറേ പ്ലേസ് അതിൽ കാണിക്കും. എല്ലാ പ്ലേസും ടിക്ക് ചെയ്ത് ഫുള്ള് പ്ലേസിന് വേണ്ടിയിട്ട് ഇത് വാങ്ങണം. എല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ 1200. നമുക്കിപ്പോൾ 3 പേരാണ്. നമ്മൾ 3 പേരാണ് ഒരു ഗ്രൂപ്പ്. 3 പേർക്കായിട്ട് 1200 രൂപയായി. സിംഗിളായിട്ട് എടുക്കുവാണെങ്കിൽ 800 രൂപ ഒരാൾക്ക്. ഞാൻ സിംഗിളായിട്ട് എടുക്കാമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ 800 രൂപ. അത് കാരണം പിന്നെ ഞാൻ എന്തായാലും ഗ്രൂപ്പായിട്ട് എടുത്തു. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ല, നല്ല ശ്വാസം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു ഓക്സിജൻ സിലിണ്ടർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അത് ഇപ്പോൾ നമുക്ക് ആവശ്യം വരത്തില്ല. ഇപ്പോൾ ഒരു അളവിൽ
ശ്വാസം പിടിക്കുന്നുണ്ട്. എന്നാലും ഒന്ന് സേഫിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കാം. അഥവാ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാലോ നമുക്ക് വാങ്ങിച്ചു വെച്ചിരിക്കാമല്ലോ, സേഫ് ഒരു നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ എവിടെ എങ്ങാണ്ടോ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, നോക്കി വാങ്ങും. എത്ര രൂപ ഉണ്ട്, എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, എൻ്റെ ഡ്രീം ബൈക്ക് നിൽക്കണണ്ട. ഒരു രക്ഷയില്ലെങ്കിൽ നോക്കിയാണ്. ഓ എന്തായാലും വേറെ ലെവല് ഗൈസ്. എന്തായാലും നമുക്ക് ഒരിക്കലെങ്കിലും അതൊരു 1250 GS വണ്ടി എടുത്തിട്ട് ഇവിടെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കുന്നു. ഒരിക്കലെങ്കിലും വരണം. ഒരിക്കലെങ്കിലും നമുക്ക് ആ 1250 GS എടുത്തിട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടാ. ഫസ്റ്റ് ഒരു ഓക്സിജൻ സിലിണ്ടർ നോക്കി വെക്കട്ടെ, ഒരു മിനിറ്റ്. ऑक्सीजन सिलेंडर है? छोटा वाला ऑक्सीजन सिलेंडर, वो वाला कितना? ये मेरे को पूछना पड़ेगा. എന്തായാലും വാങ്ങിച്ചിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ ഏകദേശം കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ ആ ഒരു വ്യൂ ഉണ്ട്, അങ്ങ് നോക്കി നോക്കുന്നു. ഫുള്ള് മലയിലും ഫുൾ സ്നോ നിറഞ്ഞിരിക്കുന്നു. എന്തായാലും വേറെ ലെവല് അടിപൊളിയായിട്ടൊക്കെ നോക്കിയാണ്. അടിപൊളിയില്ലേ, സെറ്റ് ചേട്ടാ. പിന്നെ ഈ റോഡാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഫുൾ ഓഫ് റോഡ് വരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നല്ല റോഡ് വരുന്നത്. ശരി, ഈ റോഡ് തന്നെ അങ്ങനെ അറ്റം വരെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഓഫ് റോഡായാലും കുഴപ്പമില്ല. ഇല്ല, ഞാനൊരിത് പറഞ്ഞതാണ് കണ്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്ന പണി നടക്കണോണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ കുറച്ച് ഓഫ് റോഡുണ്ട്. ഇങ്ങോട്ട് നോക്കിയാണ് ഒരു ഒറ്റ മരമില്ല കണ്ടാ. ചുമ്മാല്ല പറഞ്ഞ് ഇങ്ങോട്ട് ഓക്സിജൻ കുറവാണ്, ഓക്സിജൻ സിലിണ്ടർ വാങ്ങിച്ച് വെക്കേണ്ടി വരുമെന്ന്. മാക്സിമം നമുക്ക് സംസാരിച്ചുള്ള ഇതുകൂടെ പിന്നെ ചുമ്മാ എന്തെങ്കിലും ശ്വാസം മുട്ടിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് പോയിട്ട് നമുക്ക് കാണാം കേട്ടാ. കാരണം ശ്വാസം മുട്ടി പാതി വഴി നിന്ന് കഴിഞ്ഞാൽ സീനാണ്. കാരണം ഹെൽപ്പ് ചെയ്യാൻ ബാക്കിൽ നിന്ന് രണ്ടുപേരുണ്ട്. എന്നാലും നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. നമ്മുടെ കാര്യം നോക്കാൻ വേറെ ആരും വരത്തില്ല. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ നമ്മൾ തട്ടിമുട്ടിയൊക്കെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. വിൻ്റർ സമയത്ത് വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് നല്ല സീസൺ എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ സീസൺ വരികയാണെങ്കിൽ ഇതുവഴി ഒന്നും വണ്ടിയെ വിടൂല. കാരണം ഇവിടെ മൊത്തം സ്നോ ആയിരിക്കും, ഫുൾ നിറഞ്ഞ് അല്ലേ. എന്തായിരിക്കില്ലേ കാണാണ്ട ഒരു രസം. എന്തായാലും എനിക്ക് ഡിസംബർ സമയം അല്ലെങ്കിൽ ജനുവരി ഡിസംബർ സമയത്ത് എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് എന്തായാലും ഞാൻ വരും. പക്ഷേ ഞാൻ ബൈക്കിൽ വരത്തില്ല, ട്രെയിനിൽ തന്നെ വരത്തുള്ളൂ. ട്രെയിനിൽ വന്നിട്ട് ഇവിടെ നിന്ന് റെൻ്റിൽ വണ്ടി എന്തെങ്കിലും അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുത്തിട്ട് വരും. അതാ കുറേ ടീംസും കാര്യങ്ങൾ പറഞ്ഞുണ്ട്. C900 ഇത് നമ്മൾ ഇന്നാൾ അവിടെ വെച്ച് കണ്ട ടീമാണ്. C900 എക്സ്പൾസ് ഉണ്ട്, കുറേ വണ്ടി ഉണ്ട് അതിൽ. ഇവിടെ നിന്ന് കാണുമ്പോൾ ആ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലല്ലേ. വാ, ഇപ്പം തന്നെ നല്ല തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. കൈയൊക്കെ നല്ല ചില്ലെന്നിരിക്കുന്നു. കാരണം അവിടെ കുറച്ച് നേരം മറ്റേ പാസ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ എന്താ പറയുക ഇതടിച്ചില്ലേ, അതിൻ്റെ പേരെന്താ, നമ്മളെ പെർമിറ്റ്. നമ്മളവിടെ കുറേ പെർമിറ്റ് അടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ ഏകദേശം ദേഹമൊക്കെ കയറി വേർത്ത് കുളിച്ചായിരുന്നു. പെർമിറ്റ് അടിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ അകത്ത് ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് തണുപ്പിൻ്റെ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ജാക്കറ്റ് ഇട്ടപ്പോഴത്തേക്ക് അവിടെ വെയിലിൽ കുറച്ച് നേരം നിന്നപ്പോഴത്തേക്കും അകത്തൊക്കെ ചെറുതായിട്ടൊന്ന് വേർത്ത്. അതെല്ലാം ഇപ്പം വന്നിട്ട് നല്ല എന്താ പറയുക ചില്ലെന്നായി. ഇങ്ങോട്ട് മുകളിലോട്ട് കയറി വന്ന് തണുപ്പൊക്കെ അടിച്ച് കയറുന്നുണ്ട്. ഗൈസ് നമ്മളെ കൂടെ സൂപ്പർ ബൈക്കും കാര്യങ്ങളെല്ലാം അത് നിന്നോണ്ടിരിക്കുന്നു. C900 പോകണേണ്ട, C900. ഒരു എക്സ്പൾസ് പോണ് UP. ഒരു ഫുൾ ഒരിട്ട ടീമാണ് കേട്ടോ. കുറേ പേരുണ്ട്. ഒരു കർണാടക ഡോമിനാർ, ഒരു തണ്ടർബേർഡ്, KL 27. മലയാളി. ഇവരെനിക്ക് വന്ന ക്ലബ്ബായിരിക്കും. KL 27 കറക്റ്റ് എവിടെ വരുമെന്ന് എനിക്കറിയത്തില്ല.
ബാക്കിൽ ടോപ്പ് ബോക്സ് മാത്രമായിരുന്നെങ്കിലേ ഇപ്പോൾ പറപ്പിക്കായിരുന്നു. ബാക്കിൽ ലഗേജ് ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് ചെറിയ പോണ്. ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അതിനടുത്ത് നേരെ വെക്കണം. ഭ്രാന്ത് പിടിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ റോഡ്, പക്ഷെ ഇതൊക്കെയാണ് അഡ്വഞ്ചർ ആയിട്ടുള്ള റോഡ്. വേറെ ലെവൽ. ഗൈസ് വന്നുകൊണ്ടിരുന്ന വഴിയിൽ ഞാൻ വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഓഫ് റോഡ് എന്നാണ് വിചാരിച്ചത്. ഇപ്പം മൊത്തത്തിൽ ഓഫ് റോഡാണ്. അയ്യോ ഒരു രക്ഷയല്ല കേട്ടോ, മൊത്തം ഓഫ് റോഡാണ് ഇങ്ങോട്ടുള്ള എല്ലാ റോഡും. ഇത് നോക്കിയാണ് ഞാൻ. പിന്നെയും കുഴപ്പമില്ല, എങ്ങനെയും വരും. ബാക്കിൽ നിന്ന് ഒരു RC നമ്മളെ പിന്നെ കൂടെ പറഞ്ഞ തമിഴ് റൈഡേഴ്സ് ഇല്ല, അവർ RC കാരങ്ങനെ കാണാനില്ല. V4 പിന്നെയും കുഴപ്പമില്ല, ആൾ വരുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇനി ഇവിടെ ചെക്ക് പോസ്റ്റിൽ നിർത്തി പാസ് കാണിക്കണമായിരിക്കാം. എങ്കിൽ എഴുതണമ്മ. സാർ എൻട്രി ഇവിടെ എൻട്രി ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോൾ എൻട്രി ചെയ്തിട്ട് വരാം. അയ്യോ സത്യം പറഞ്ഞാൽ പടി കൂടെ കയറാൻ പറ്റില്ല, കാലത്രയ്ക്ക് പെയിന്. കേസ് എത്ര റൈഡേഴ്സ് വന്നിരിക്കണം നോക്കിയേ. ഇതുപോലെ നമുക്കൊരു ലോഗോ അടിക്കണം എന്തായാലും. ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിൽ പോയിട്ട് ഇതടിക്കണം. നമ്മൾ മലയാളീസ് ആരെങ്കിലും ഉണ്ടോ? മലയാളീസ് എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും ഒരു ലോഗോ അടിക്കണം. നമുക്കും ലോഗോ അടിക്കണം നോക്കുന്നുണ്ട്. അയ്യോ ഇത്രയും പടിയേറിയപ്പോഴേ ശ്വാസം വിടുന്നത്. മലയാളികളാരും ഇല്ല. മലയാളികൾ എനിക്കറിഞ്ഞൂടാ, എനിക്കറിയുന്നുള്ള ആരെയും കിട്ടിയില്ല. ഇതിലുണ്ടോ നോക്കട്ടെ. കർണാടകയൊക്കെ ഇരിക്കുന്നുണ്ട്, മലയാളികളെ കാണാനില്ല. അയ്യ നമുക്ക് എന്തായാലും ഇതുപോലൊരു ലോഗൊക്കെ അടിച്ച് നമ്മൾ പോകുന്നിടത്തൊക്കെ നമുക്ക് ഒട്ടിക്കണം. കേസ് അങ്ങനെ ഇവിടെ ഒന്ന് എൻ്റർ ചെയ്യാണ്ട് എൻ്റർ ചെയ്തിട്ട് നേരെ തിരിച്ചടുത്ത് പോകാൻ പോകണം കേട്ടോ. ഇനി നേരെ നമ്മൾ കർട്ടുംഗ്ല പാസിലോട്ടാണ് പോകുന്നത്. പടി കയറാനും ഇറങ്ങാനും തന്നെ പോയി. എൻ്റെ രണ്ട് കാലിൻ്റെ മുട്ടിൻ്റെയും ബെയറിങ് പോയെന്നാണ് തോന്നുന്നത്. ഭയങ്കര പെയിന്. റൈഡ് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് 1 മാസം എണ്ണ തടയി കിടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ശരി, അപ്പോൾ നമുക്കിനി എന്ത് നേരം കൂടെ തെറിക്കാം. ഓക്കെ കേസ് അങ്ങനെ ഏകദേശം ഇങ്ങനെ ടോപ്പിലോട്ട് കയറി വരുന്നതനുസരിച്ച് തണുപ്പ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വീട്ടിൽ നേരെ ഓപ്പോസിറ്റ് മല ഹിൽസ് സ്നോയിൽ നിറഞ്ഞിരിക്കുന്നു. വേറെ ലെവല്. ഓക്കെ നോർമലായിട്ട് പോകുമ്പം ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലം പറയില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ കണ്ട ആദ്യം കുറച്ചിട്ട് കണ്ടുള്ളൂ. ആ മൗണ്ടൻസ് ഫുള്ള് സ്നോ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ മുകളിലോട്ടുള്ള മൗണ്ടനിൽ സ്നോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താഴെ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് പോകാൻ പറ്റൂലേ, ആ സ്നോ ഉള്ളടുത്ത് പോകാൻ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. നല്ല ചില്ലെന്നിരിക്കുന്നു കേട്ടോ ഇങ്ങോട്ടൊക്കെ. എന്താ തണുപ്പ്, കൈയൊക്കെ ഇപ്പോഴേ ലൈറ്റായിട്ട് ഇങ്ങനെ മരവിച്ച് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഡ്രീം നമ്മൾ ഒരിക്കലും കൈവിടരുത്. ആ ഡ്രീം നമ്മൾ കൂടെ കൊണ്ടു നടക്കണം. അതാണ് ഞാൻ അത്ര പറയത്തുള്ളൂ, കൂടെ എപ്പോഴും കൊണ്ടു നടക്കണം. ആ ഒരു ഡ്രീം എൻ്റെ 8 വർഷത്തെ ഡ്രീം ഞാൻ കൂടെ കൊണ്ടു നടന്ന് ഇപ്പോൾ ഇതാ ഒരു ഡ്രീം അച്ചീവ് ആകുമ്പോൾ കർത്തുഗ്ല പാസ്. ഇനി ഒരു 5 കിലോമീറ്റർ ഇവിടെ എങ്ങാണ്ടേ ഉള്ളൂ. ഓക്കെ ഇനി ഇത്ര 6.2 കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മുടെ കർത്തുഗ്ല പാസ് ആയിട്ടുള്ള ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ബാക്കി പിന്നെ ഉംലിംഗ പാസ് ഉണ്ട്, പിന്നെ കുറേ പ്ലേസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ ബാക്കി അങ്ങോട്ട് പറയാം. ഓക്കെ നമുക്കിപ്പോൾ ഉള്ള നമ്മളെ ഡെസ്റ്റിനേഷൻ നമ്മുടെ കർത്തുഗ്ല പാസ്സാണ്. അപ്പോൾ നമ്മൾ കർത്തുഗ്ല പാസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് മനസ്സിനാവും
ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ മനസ്സ് ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറയാൻ പറ്റാത്ത രീതിയിലൊരു ഹാപ്പിയാണ് കേട്ടാ. എൻ്റെ ഈ റൈഡിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്നെ റൈഡിൽ ഞാൻ ഇങ്ങനെ ഒരു റൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയും എൻ്റെ പപ്പയും എൻ്റെ ചേച്ചിയുമാണ് കേട്ടോ. 3 പേരാണ് എന്നെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തത്. അവരുടെ അടുത്ത് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് അപ്ഡേറ്റ് ചെയ്യുന്നപ്പോഴത്തേക്ക് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതുവരെ നിങ്ങളും പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് തന്ന് ഭയങ്കരമായിട്ട് ഹാപ്പിയാക്കി. ഇപ്പം എല്ലാവരും എൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതലും സപ്പോർട്ട് ചെയ്തു എൻ്റെ അമ്മയും പപ്പയും ചേച്ചിയൊക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ കൂടി നിങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യുന്നപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങളും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നു. എനിക്കെന്തായാലും വളരെ സന്തോഷം. എനിക്ക് എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അങ്ങനെയാണ്. ഞാൻ കൂടുതൽ സംസാരിക്കില്ല, ബ്രീത്തിങ്ങിൻ്റെ ആ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. എന്തായാലും നമുക്ക് പോവല്ലേ, ഫ്രണ്ടിലോട്ട് പോയിട്ട് കാണാം. ഇനിയും നമുക്ക് പോകാനുണ്ട്, കുറച്ച് ദൂരം കൂടി പോകുമ്പോൾ കാണട്ടാ. അങ്ങനെ അവിടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ റീച്ച് സത്യം പറഞ്ഞ എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറയണ്. ഡ്രീം അച്ചീവ്മെന്റ് സെറ്റ്. സത്യം പറയാം, കണ്ണൊക്കെ ഇങ്ങനെ നിറയണ്. കാർത്തുങ്കല പാസ് ഓനെ മഞ്ഞാരി കൊണ്ടുവരണ ഐസ് ഐസ് സ്നോ 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 ഓ സ്നോ സ്നോ que pare. ആർക്കും കുറേ പേരെന്നെ തളർത്തി പറഞ്ഞ് എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന്. ആറ്റിറ്റ്യൂഡ് 17,982 ഫീറ്റാണ് കേട്ടോ. കർത്തുങ്കില പാസ്. ഓക്കെ, ഇനി നമ്മൾ ഇത് പോയിട്ട് ഇനി നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകണം കേട്ടോ. അടുത്ത് നമ്മൾ ഉംഗ്ലിങ്ങ പാസും പോകും. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും. മലയാളിയെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല, അതും പാറശാലക്കാരനായ എന്നെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല. ഓക്കെ, നമ്മളെ അച്ചീവ് ചെയ്യും. ഓക്കെ, ഞങ്ങൾ ഫൈനലി കർത്തുങ്കില പാസ് റീച്ച് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മള് അടിപൊളിയായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട് കർത്തുങ്കില പാസ്. ഓക്കെ, അതിനെക്കാളും ഒരു വലിയ കോമഡി വേറൊന്നുമില്ല. മഞ്ഞാണ് ഇരിക്കണേട്ടാ, ഐസായിട്ട് ഇരിക്കണേട്ടാ, ഐസായിട്ട് വണ്ടിയില് സ്നേഹിക്കണേണ്ട. വണ്ടിയില് നമ്മുടെ ബാക്ക് സൈഡ് തങ്ങൾക്ക് സ്നോ ആണ്. എവിടെ സ്നോ ഉണ്ട് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. വേറെ ലെവല്. നോക്ക്, കണ്ടാ ഐസ് കണ്ടാ. വേറെ ലെവല്. അച്ചീവ് നമ്മള് കംപ്ലീറ്റ് ചെയ്ത്, ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്ത്. ഇനിയുണ്ട് അച്ചീവ്. ഇങ്ങനെ കർത്തുങ്കിലയിലെ ലാസ്റ്റ് പോയിൻ്റാണ് ഇവിടെ. കണ്ട അവിടെ അങ്ങ് വെച്ചാൽ ഫുള്ള് മഞ്ഞ് മൗണ്ടൻ ഫുള്ളാണ് കാണാനുണ്ട്. അതുപോലെ ഇവിടെയും കുറേ ഇതൊക്കെ കാണുന്നുണ്ട്. കണ്ട ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെ. സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. ഓക്കെ, അത് പോയിട്ട് ഇതായിരിക്കുന്നു കർത്തുങ്കിലയുടെ അടുത്തൊരു പോയിന്റ്. നമ്മൾ നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് അടുത്ത് നമ്മൾ ഇത് വന്നിരിക്കുന്നു. ഓക്കെ, എന്തായാലും നമ്മൾ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ സംഭവത്തിന് എന്തിനു പറയുമെന്ന് എനിക്ക് എന്നെ അറിഞ്ഞോളൂ. കണ്ടിട്ടൊരു പശുവിനൊക്കെ പോലെ ഉണ്ട്, പക്ഷെ കൊമ്പൊക്കെ ഉണ്ട്. ഇതെന്തിനാണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. എന്താണെന്നൊരു പിടുത്തമല്ല കേട്ടോ.
കാണാൻ നല്ല രസമുണ്ട്. മലയുടെ പുറത്ത് ഇതവിടെ റൈറ്റ് സൈഡ് താഴെ കിടപ്പ് കുറേ നിൽപ്പുണ്ട്. ഇതവിടെ താഴെയും റൈറ്റ് സൈഡിലൊക്കെയും കുറേ കണ്ട ഇതവിടെ കിടപ്പുണ്ട്, നിൽക്കുന്നുണ്ട്. ഇതെവിടെ കുറേ നിൽപ്പുണ്ട്. മുകളിലൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കുന്നുണ്ടോ. എന്തിനാണ് ഇതിൻ്റെ പേരെന്തിനാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ആയിട്ടിടുമോ. എനിക്ക് കാരണം പേരും കാര്യങ്ങളും അറിഞ്ഞുകൂടാ. അതിൻ്റെ പേരും കാര്യങ്ങളും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ടിടുമോ. ആ ഫ്രണ്ടിലുള്ള മഞ്ഞ് വില കാണുന്നതൊരു വേറെ ഫീൽ തന്നെ കേട്ടാ. എന്താ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ആ ഇതിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഗൈസ് ഇതാണ് ഡിസ്ട്രിക്ട് ഒക്കെ മറ്റേ വിജയ് ദേവരകൊണ്ട വന്ന് ഫോട്ടോ എടുക്കത്തില്ല ആ സ്ഥലമാണിത്. ഇതാണ് കേട്ടോ ആ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും കാര്യമെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് ഇൻസ്റ്റയിൽ വരും, യൂട്യൂബിലും വരും. ഫോട്ടോസും കാര്യങ്ങളും കയറി യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. യൂട്യൂബിലല്ല, ഫോട്ടോസും കാര്യങ്ങളും കയറി ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്ത് നോക്കി നോക്കി ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും വരും. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റ്. ഇതാണ് വിജയ് ദേവരകൊണ്ട ഇരുന്ന് ആ ഒരു സീനിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സാഡ് സീനിലെടുത്ത ആ ഒരു സീനിലുള്ള ആ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഇത് വന്നിട്ട് നമ്മുടെ കറുത്തുംകുള പാസിൽ നിന്ന് ഹുന്ദർ പോകണ റൂട്ടിലാണ് ഈ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഈ സ്ഥലമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കും, ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കും.